ഇന്നേ നമുക്ക് പെസഹാപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ തന്നെ എല്ലാം സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വറുത്ത അരിപ്പൊടി വേണം, പിന്നെ ഒരു 4 മണിക്കൂർ കുതിർത്ത ഉഴുന്ന്, തേങ്ങ, പിന്നെ ജീരകം, വെളുത്തുള്ളി, ഉപ്പ്, എല്ലാത്തിനും ഉപരി നമുക്ക് അത്യാവശ്യം വേണ്ടത് വാഴയില. അപ്പം ഓരോ നാടുകളിലും ഡിഫറെൻറ്റ് രീതിയിലാണ് പെസഹാപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ചെറുപ്പം മുതൽ കഴിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കിക്കൊണ്ട് വരാം. അപ്പോൾ തേങ്ങ ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി അങ്ങ് അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി തേങ്ങയെ. അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉഴുന്ന് അരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അരച്ചത്, ഉപ്പ്, അരിപ്പൊടി. നമുക്ക് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാമേ. നമുക്ക് ഈ അരച്ച തേങ്ങ ഇതിനകത്തോട്ട് ഇടാമേ. തേങ്ങ ഒത്തിരി അരച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചതേ ഉള്ളേ. ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇത് അരിപ്പൊടി. നമുക്കിനി ഇത് വെച്ച് വേണം മിക്സ് ചെയ്യാനേ. നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇലക്കകത്തെ ഈ പരത്താവുന്ന രീതി വരെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇനി കുറച്ചുകൂടെ വേണ്ടി വരും, കാരണം നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഇത് മുറുകണം. കാരണം ഇലക്കകത്ത് പരത്തിയെടുത്തൊക്കെ രീതിയിലായിരിക്കണം ഈ മാവ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവെല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വാഴയിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇലയിലോട്ട് പരത്താമേ. നമുക്കിനി ഇത് മടക്കാമേ. നമുക്കിനി അടുത്ത അപ്പം സെറ്റ് ചെയ്യാം. അല്ലേ, നമുക്കിത് ആവിയേക്കാൻ വെക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി അതവിടെ ഇരുന്ന് ആവി കറക്റ്റ്. അതെ, അവിടെ വേകുന്ന സമയത്തേ നമുക്കതിനുള്ള പാലുകറി ഉണ്ടാക്കാമേ. അപ്പോൾ അതിനിതാ ഞാൻ ഒരു ഗ്ലാസ് പാല്, പിന്നെ അതുപോലെ ഇത് അതിന് ഒരു അരക്കപ്പ് പാലിനകത്ത് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്താണേ. അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാമേ. നമുക്കതിന് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്തേക്കാമേ. ഞാൻ ഈ രീതിയിലാണ് പാലുണ്ടാക്കുന്നത്, എനിക്കിതാ ഇഷ്ടം. ഇതിപ്പോൾ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ അതുപോലെ ജീരകപ്പൊടി ഇട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാമേ. ഇതേ വാങ്ങുന്നതിന് മുമ്പേ ഇത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് ഇതിന് കഴിക്കുന്നത്. എനിക്കത് വലിയ ഇഷ്ടമാണേ. പഴം മുറിച്ചത് ഇതിനകത്തോട്ട് ഇടുവേ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. എൻ്റെ മമ്മിയൊക്കെ എന്നെ ഇങ്ങനെയാണേ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഇത് തന്നെയാണ് താല്പര്യം. കണ്ടോ, ഇനി അത് വാങ്ങുന്നതിന് മുമ്പ് അതിനകത്തോട്ട് പഴം മുറിച്ചിടും. അങ്ങനെ പാല് കറി നമ്മൾ റെഡിയായി. അങ്ങനെ നമ്മുടെ പെസഹാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാൻ ഒന്നെടുത്ത് ചൂടുണ്ട്, ഈ പാത്രം എടുത്താൽ മതി. വാ, അപ്പോഴേ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. നല്ല ചൂടുണ്ട്, നല്ല ആവി ഉറക്കുന്നുണ്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് കറിയായത് പഴമൊക്കെ ഇട്ടുള്ള കറിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്യാത്തൊരു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ മമ്മി ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇങ്ങനെയാണേ. അപ്പം എനിക്കിത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ പെസഹാപ്പം ഉണ്ടാക്കുക, കഴിക്കുക. താങ്ക് യു.